ബാങ്കുകളിൽ നിന്നും വായ്പകൾ എടുക്കുന്നവർക്ക് പുതിയ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്വർണ്ണപ്പണയ വായ്പകൾ എടുക്കുന്നവർക്കും പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും റിസർവ് ബാങ്ക് ഗവർണർ അറിയിച്ചു. ഇതോടെ സ്വർണ്ണപ്പണയ വായ്പകൾ നൽകുന്ന കമ്പനികളുടെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞു. 10% വരെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, IIFL ഫിനാൻസ് എന്നിവയുടെ ഓഹരി വിലയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ബാങ്കുകളുടെ EMIയും കുറഞ്ഞിരിക്കുകയാണ്. റിപ്പോ നിരക്ക് കുറച്ചതോടെ ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന വായ്പ, വിദ്യാഭ്യാസ, കാർഷിക, സ്വർണ്ണപ്പണയ വായ്പ, വ്യക്തിഗത വായ്പ ഉൾപ്പെടെ ഉള്ള എല്ലാ വായ്പകളുടെയും പലിശ നിരക്ക് ആനുപാതികമായി കുറയുന്നതായിരിക്കും. ഇത് വായ്പ എടുത്തവർക്ക് വളരെ ആശ്വാസമായ കാര്യമാണ്. റിപ്പോ നിരക്ക് കുറഞ്ഞതോടെ വായ്പ എടുക്കുന്നവർക്ക് EMI തുക കുറയുകയോ അടയ്ക്കാനുള്ള EMIയുടെ എണ്ണം കുറയുകയോ ചെയ്യും. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പകളുടെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. RBI റിപ്പോ നിരക്ക് കുറച്ചത് വായ്പ എടുത്തവർക്ക് ഗുണമാണെങ്കിലും ബാങ്കിൽ നിക്ഷേപം നടത്തിയവർക്ക് അത്രയ്ക്ക് ഗുണകരമല്ല. ഇതോടെ ബാങ്കുകൾ FDക്ക് നൽകുന്ന പലിശ നിരക്ക് കുറയ്ക്കാനും സാധ്യത കാണുന്നുണ്ട്. റിപ്പോ നിരക്ക് കുറച്ചതോടെ സ്വർണ്ണ വായ്പകൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരും. സ്വർണം ഈടായി സ്വീകരിച്ച് വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്കും സ്വർണ്ണപ്പണയ വായ്പകൾക്കും പുതിയ ചട്ടക്കൂട്ട് കൊണ്ടുവരുമെന്നാണ് റിസർവ് ബാങ്കിന്റെ തീരുമാനം. സ്വർണ്ണവില കുതിച്ചു വന്നതോടെ സ്വർണ്ണ വായ്പാ ബിസിനസ് അതിവേഗം വളരുകയാണ്. ഇതോടെ കടം വാങ്ങുന്നയാൾ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ സ്വർണം ലേലം ചെയ്യാൻ കഴിയുന്നതിനാൽ ബാങ്കുകളും സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളും ഇത് ഒരു ആകർഷകമായ ബിസിനസ്സായാണ് കണക്കാക്കുന്നത്. സ്വർണ്ണ വായ്പാ രീതികൾ പരിശോധിച്ച RBI സ്വർണ്ണ വായ്പാ ഇടപാടുകളിൽ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. സ്വർണം പുതുക്കി വയ്ക്കാനോ വായ്പയുടെ കാലാവധി നീട്ടുകയോ വേണമെങ്കിൽ വായ്പയുടെ മുഴുവൻ മുതലും പലിശയും തിരിച്ചടക്കേണ്ടതുണ്ട്. ഉപഭോക്താവിന്റെ സാന്നിധ്യമില്ലാതെ സ്വർണത്തിന്റെ മൂല്യനിർണയം, വേണ്ടത്ര ജാഗ്രതയില്ലായ്മ, സ്വർണം ലേലം ചെയ്യുന്നതിലുള്ള അസ്വാഭാവിക എന്നിവ റിസർവ് ബാങ്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് RBIയുടെ ഇടപെടൽ. ഇനി ഗോൾഡ് ബാറുകൾ, ബുള്ളിയൻ, ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയൊന്നും പണയപ്പെടുത്തി ലോൺ നൽകുന്നത് അനുവദിക്കില്ല. മറ്റെവിടെയെങ്കിലും പണയം വെച്ചിരിക്കുന്ന സ്വർണത്തിനുമേൽ വീണ്ടും വായ്പ നൽകുന്നതും അനുവദിക്കുകയില്ല. കൂടാതെ ഗോൾഡ് ലോൺ എടുക്കാൻ ചെല്ലുന്നവർ സ്വർണ്ണാഭരണങ്ങൾ തന്റേത് തന്നെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. സ്വർണ്ണ വായ്പയ്ക്ക് മേലുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് അറിയിച്ചത്.